പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ കർണാടക കോൺഗ്രസ് MLA കോദൂർജി മഞ്ജുനാഥ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എന്താണുണ്ടായത്? എല്ലാം വെറും ഷോ ഓഫ് മാത്രമായിരുന്നു എന്നാണ് MLAയുടെ പരാമർശം. ഒന്നും നടന്നിട്ടില്ല. ഷോ ഓഫ് കാണിക്കാൻ 4 വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു. പഹൽഗാമിൽ കൊല്ലപ്പെട്ട 26 മനുഷ്യർക്ക് പകരമാകുമോ അത്? കൊല്ലപ്പെട്ടവരുടെ വിധവകൾക്ക് നമ്മൾ ഇങ്ങനെയാണോ പരിഹാരം നൽകുക? ഇതാണോ അവരോട് ബഹുമാനം കാണിക്കേണ്ട രീതി? പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾ എവിടെ? ഓപ്പറേഷനിൽ 100 തീവ്രവാദികളെ കൊലപ്പെടുത്തിയെന്ന് സർക്കാരിന് സ്ഥിരീകരിക്കാനായോ? നുഴഞ്ഞുകയറി വന്ന് ആക്രമണം നടത്തിയ ഭീകരർ ആരാണ്? എന്തുകൊണ്ട് അതിർത്തിയിൽ സുരക്ഷ ഇല്ലാതിരുന്നു? എങ്ങനെയാണ് തീവ്രവാദികൾ രക്ഷപ്പെട്ടത്? നമ്മൾ തീവ്രവാദത്തിന്റെ അടിവേരടക്കം പിഴുതെറിഞ്ഞ് അവരെ ഇല്ലാതാക്കണം. പഹൽഗാമിലേത് ഇന്റലിജൻസിന്റെ പരാജയമായിരുന്നു. പാകിസ്ഥാനിലെ ഏത് ഭീകരവാദ ക്യാമ്പുകളാണ് ഇന്ത്യ തകർത്തത്? പല ചാനലുകളും പലതാണ് പറയുന്നത്. ആരൊക്കെയാണ് മരിച്ചത്? ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം എവിടെ? എല്ലാതരം യുദ്ധത്തിനും ഞാൻ എതിരാണ്. ഇങ്ങനെയല്ല പരിഹാരം കാണേണ്ടതെന്നാണ് മഞ്ജുനാഥ് പറയുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തുവെന്നും 100 തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ സേനാ തലവന്മാർ അറിയിച്ചിരുന്നു. യൂസഫ് അസർ, അബ്ദുൾ മാലിക് റൌഫ്, മുദാസിർ അഹമ്മദ് എന്നീ കൊടും ഭീകരരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരുന്നു. ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിട്ടിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായതിലൂടെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ കേണൽ സോഫിയ ഖുറേഷിയെ വർഗീയമായി അധിക്ഷേപിച്ച BJP മന്ത്രി മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രി കുൻവർ വിജയ് ഷാ വിവാദ പരാമർശം നടത്തിയത്. സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്നാണ് മന്ത്രി വിശേഷിപ്പിച്ചത്. സംഭവം വലിയ വിവാദമാവുകയും കേന്ദ്ര സർക്കാർ മന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും വരെ ചെയ്തു. അതിനിടെ കേണൽ സോഫിയ ഖുറേഷിയെ അപമാനിച്ച BJP മന്ത്രി വിജയ് ഷാക്കെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവുമിട്ടു. വിജയ് ഷാക്കെതിരെ FIR ഫയൽ ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവിയോടാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് കേണൽ സോഫിയ ഖുറേഷി രാജ്യാന്തര ശ്രദ്ധ നേടിയത്. ഇന്ത്യൻ സൈന്യത്തിലെ സ്ത്രീ ശക്തിയുടെ പ്രതീകമായി സോഫിയയെ അവതരിപ്പിക്കുമ്പോഴാണ് മന്ത്രി ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥയെ വർഗീയമായി അധിക്ഷേപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നതിനിടെയാണ് കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ കടുത്ത വർഗീയ പരാമർശങ്ങൾ മന്ത്രി നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തെ പരാമർശിച്ച് മതവിദ്വേഷം ഉണർത്തുന്ന പരാമർശമാണ് മന്ത്രി നടത്തിയിരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തുടച്ചു മാറ്റിയ ഭീകരരെ നശിപ്പിക്കാൻ അവരുടെ സഹോദരിയെ തന്നെ അയച്ചാണ് നാം പ്രതികാരം ചെയ്തത്. ഭീകരരെ പാഠം പഠിപ്പിക്കുവാനും നശിപ്പിക്കുവാനും അവരുടെ സമുദായത്തിൽ നിന്നുള്ള സഹോദരിയെ സൈനിക വിമാനത്തിൽ അയച്ചു. ഭീകരരുടെ സഹോദരിയെ അവരുടെ വീടുകളിൽ അയച്ച് ആക്രമണം നടത്തുക എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. ഇതായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം.